നമ്മള് പ്രാർത്ഥനയ്ക്ക് വരുന്നതും കൂട്ടായ്മയിലേക്ക് വരുന്നതും നമ്മൾ പേഴ്സണൽ പ്രേയർ ചെയ്യുന്നതും ഒരു ദൈവവിചാരത്തോടുകൂടി ആയിരിക്കുന്നതെല്ലാം ഒരു രക്ഷയുടെ അടയാളം, അല്ലെങ്കിൽ അപകടം നമ്മളിൽ നിന്ന് മാറി നിൽക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് തകർച്ച വരാൻ സാധ്യതയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ പ്രാർത്ഥനയോട് ഐക്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു ഐക്യമാണ്. അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു ചേർന്നിരിപ്പാണ്, കൂട്ടായ്മയാണ്. ദൈവത്തോട് കൂട്ടായ്മ ഉള്ളതാണ്, ദൈവത്തോട് ഐക്യപ്പെടുന്നതാണ്, ദൈവത്തോട് രമ്യതപ്പെടുന്നതാണ്, ദൈവത്തോട് സംഭാഷണം, അതായത് സംസാരിക്കുന്ന സമയമാണ്. അങ്ങനെ ദൈവവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ കൂടാരമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ പ്രാർത്ഥനകളും. അപ്പൊ അതെല്ലാം നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഭാവിയെ എല്ലാം ദൈവം സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് കാലഘട്ടം വളരെ ദുരന്തപൂർണമായ ജീവിത വഴിത്താരയിലേക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തില് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, ദൈവത്തെ വിളിക്കുന്നവൻ എന്തോ ഒരു അപഹാസ്യമായി, അതായത് അതൊരു മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ തലമുറകള് അല്ലെങ്കിൽ ലോകം നമ്മളുടെ മുമ്പിൽ വ്യാഖ്യാനങ്ങൾ ചെയ്യണത്. എപ്പോഴും പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഒരു കളിയാക്കൽ, അപമാനിക്കല്, നിന്ദിക്കുന്നതില്, അവഗണിക്കുന്നതിലൊക്കെ ഒരു പ്രത്യേകമായ പ്രചോദനം പ്രാർത്ഥിക്കാത്ത ഹൃദയങ്ങളിൽ കൂടുതലായി ഇങ്ങനെ കുത്തി നിറക്കുന്നുണ്ട്. അപ്പം അവരുടെ രക്ഷയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അവർക്കറിയാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് അവരുടെ അതായത് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകള്, അല്ലെങ്കിൽ അറിവുള്ള ആളുകള്, പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ ദൈവിക നന്മയെ വില കുറച്ചും ലോകചിന്തയെ വില കൂടി തലത്തിലൊക്കെ പ്രഘോഷിക്കുമ്പോൾ, ഇവിടെയൊക്കെ ഈ കാലഘട്ടത്തിന്റെ ജനറേഷൻസ് സ്വീകരിക്കുന്നത് ലോകം പറയുന്ന ചിന്തകളാണ്, ലോകം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോ അവരിൽ കൂടി കൊടുക്കുന്ന ചിന്തകൾ മൂലം ഈ കാലഘട്ടത്തിൽ കൂടി ഈ പിശാചിന് മനുഷ്യരുടെ ജീവിതങ്ങൾ, അല്ലെങ്കിൽ ജീവിത അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്താനും തട്ടിത്തെറിപ്പിക്കാനും ദുർബലമാക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ നമുക്ക് എളുപ്പം സ്വീകാര്യമാക്കാനുള്ള ഒരു അനുഗ്രഹ ജീവിതം എന്ന് പറഞ്ഞാല് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട, അല്ലെ? ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നവരാരും തന്നെ ഇന്ന് വരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പോയിട്ടുണ്ടോ? ഇല്ല. ഒരാൾക്ക് പോലും ആത്മാവിലും ശരീരത്തിലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധിക്കില്ല. ഇന്നലെ എന്നോട് ഒരു ചേച്ചി വിളിച്ച് സംസാരിച്ചപ്പോ ചേച്ചിയുടെ തല തൊട്ട കുഞ്ഞ് അവൻ ആത്മഹത്യ ചെയ്തു. അപ്പോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉയരത്തിൽ നിന്നാണ്, അത്രയോ വലിയ ബിൽഡിങ്ങിൽ നിന്നാണ് അവൻ ചാടി. അവനാണെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പയ്യനായിരുന്നു. അപ്പൊ അവന് ജോലി മേഖലകളില് എന്തോ ഒരു ചെറിയ പ്രശ്നം കാരണം അവന് അപമാനം സ്വീകരിക്കാനായിട്ട്, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത പിശാച് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ അവൻ സ്വയം ആത്മഹത്യ ചെയ്ത. അപ്പൊ ഭയങ്കര വിഷമമാണ് ചേച്ചിക്ക് ആ മോന്റെ കാര്യം പറയുമ്പോ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചേച്ചി അവന് അങ്ങനെ എന്തായാലും ഇപ്പൊ ചാടിയ പിന്നെ എന്തായാലും താഴത്ത് വീഴണമല്ലോ, കാല് അടി തെറ്റിയ ആനയും വീഴുന്ന പറഞ്ഞ പോലെ നമ്മൾ ഉയർത്തി നിന്ന് നമ്മള് ചാടാനായിട്ട് ശ്രമിച്ചാൽ ഇപ്പൊ ഇനി കാല് വഴുതി വീണാൽ എന്തായാലും വീഴ്ച ഉറപ്പാണ്. പക്ഷെ അവൻ വീണ ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ആ കാല് തെറ്റി അവൻ ഈ താഴത്തേക്ക് വീഴുന്ന ആ സെക്കൻഡിന്റെ ആദ്യത്തെ സെക്കൻഡ്, ആ സെക്കൻഡിൽ തന്നെ അവന് മനസ്സിലായിട്ടുണ്ടാവും അപകടം എനിക്ക് പിണഞ്ഞിട്ടുണ്ട് ദൈവമേ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ രക്ഷ അവൻ നേടിയിട്ടുണ്ട്. പക്ഷെ നമ്മള് പറയും ആത്മഹത്യ ചെയ്തതാണെന്ന് പറയും. പക്ഷെ അവന്റെ ആത്മഹത്യ ചെയ്ത് തന്നെയാണെങ്കിലും അവന്റെ ചിന്താമണ്ഡലം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല, ദൈവത്തിന് മാത്രം അറിഞ്ഞു. ആ സെക്കൻഡ് അവന് ദൈവത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വേദന, അല്ലെങ്കിൽ അവന്റെ പ്രാണനെ ദൈവം താഴ്ത്തെത്തുന്നതിന് മുമ്പ് പിടിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഉണ്ടാവോ? അതെ അതെ. താഴ്ത്തെത്തുമ്പോ തന്നെ താഴ്ത്തെത്തി ആത്മാവ് ചിതറി നശിഞ്ഞു പോകുന്നില്ല, അല്ലെങ്കിൽ ശരീരം വളരെ ദുർബലം. ശരീരം പറഞ്ഞാൽ നമുക്ക് ഒന്നും ഗ്യാരണ്ടി ഇല്ല, പക്ഷെ ആത്മാവിന് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല് എന്താണ്? പ്രാർത്ഥനയാണ്, അല്ലേ?
നമ്മുടെ നമ്മുടെ ആത്മാവിന്റെ ഗ്യാരണ്ടി എന്ന് പറയാനുള്ളത്, ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ ഒരാത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. അവന്റെ ആത്മാവ് രക്ഷയുടെ അനുഗ്രഹകരങ്ങളിൽ എന്നും സുരക്ഷിതമായിരിക്കും. അത് ഏതവസ്ഥയിലാണെങ്കിലും ആത്മാർത്ഥതയോടെ അല്ലെങ്കിൽ ഹൃദയ ചിന്തയോടുകൂടെ ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും അവന്റെ ആത്മാവിന്റെ രക്ഷ ദൈവകരങ്ങളില് സ്വസ്ഥതയുടെയും സ്ഥിരതയുടെയും നിലനിൽപ്പിന് ദൈവം അനുവദിക്കും. പക്ഷെ ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ദുരന്തം. നമുക്ക് മനസ്സിലാക്കുവാൻ പ്രാർത്ഥിക്കാത്തവർക്ക്, ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, നേരത്തെ ഞാനും അധികം ഒന്നും പ്രാർത്ഥിക്കില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു എന്തോ ഒരു ബാധ്യത പോലെയായിരുന്നു ചെറുപ്പത്തിലേക്ക്. പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത് അപ്പന്റെ അടി ഓർത്തിട്ട് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന വെച്ചതാ. അല്ലാതെ ഒരു പ്രാർത്ഥനയും ഞാൻ എക്സ്ട്രാ ദൈവമേ എന്ന് ചിന്തിക്കാറ് പോലുമില്ല. അന്നൊക്കെ അതുപോലെ അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ എന്ത് കാര്യം ഓർക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ദൈവത്തോട് ചോദിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, അതായത് നമുക്ക് ഒരുപാട് തീരുമാനങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും എന്താണെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം എന്ന അവസാനം ആ ചിന്ത അവസാനിപ്പിക്കാൻ പറ്റാറുണ്ട്. പക്ഷെ അപ്പോഴാണ് നമുക്കൊരു സ്വസ്ഥതയുള്ളത്. ദൈവം എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അതിൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ തന്നെ അവിടെ എന്താണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവത്തിനായതുകൊണ്ട്, ദൈവത്തിന് നമ്മുടെ ചിന്തകളെ കുറിച്ചൊരു ലക്ഷ്യം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് അനുവദിക്കുന്നതാണെങ്കിൽ ദൈവം നമുക്ക് അത് എളുപ്പം സാധിച്ചു തരും. അല്ലാത്തതാണെങ്കിൽ തടസ്സം വന്ന് നമുക്കത് ഉപദ്രവവും വേദനയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഇത് നമ്മളുടെ ഒരു ആത്മീയ ജീവിതത്തില് ഓരോ ശ്വാസമാണ് എന്ത് പ്രാർത്ഥന. ഒരു ശ്വാസം എടുക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥനയുടെ ചിന്തയാണെങ്കിൽ നമ്മൾക്ക് ആത്മാവിന്റെ രക്ഷയെ നമുക്ക് സുരക്ഷിതമാക്കുവാൻ സാധിക്കും. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഒമന ബെഞ്ചമിൻ വായിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ തലമുറകൾ തോറും അവിടുത്തെ ഭക്തരുടെ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ ശിഷ്ടവിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് പരിശുദ്ധാമ്മയ്ക്ക് ദൈവം കൃപ മുഴുവനും കൊടുത്തു. പക്ഷെ എല്ലാ കൃപയുടെയും മുകളില് ദൈവം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കിപ്പോ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അല്ലേ? നമുക്കിപ്പോ ഒരു ഏത് ലൈഫാണെങ്കിലും, ഇപ്പൊ ഒരു സന്യസ്ത ജീവിതമാണോ, അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരുണ്ട്. വൈദിക ജീവിതമാണെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കാം. അല്ലെങ്കിൽ വിശ്വാസത്തോടും വിശുദ്ധിയോടും ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കും. ഓരോരുത്തരുടെ തീരുമാനവും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ ജീവിക്കണമെന്ന്, അല്ലെ? ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണെങ്കിലും ഇല്ലെങ്കിലും ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ജീവിക്കുന്നത്, അല്ലേ? ആണോ? അതില് ഒരു മാറ്റമില്ല. അതിപ്പോ ആരാണെങ്കിലും, ഇപ്പൊ ഫ്രാൻസിസ് പാപ്പയാണെങ്കിലും അതിന്റെ കീഴിലിരിക്കുന്ന കർദിനാൾമാരാണെങ്കിലും ബിഷപ്പുമാരാണെങ്കിലും വൈദികരാണെങ്കിലും സന്യസ്തരാണെങ്കിലും സഭാ ശുശ്രൂഷകരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യ ചിന്തയും ബുദ്ധിയും അവകാശവും ഉണ്ട്. പക്ഷെ ലക്ഷ്യം തെറ്റായി പോകരുത്,
അല്ലെ? ലക്ഷ്യം തെറ്റിപ്പോയാലാണ് പണി ഉണ്ടാവുന്നത്, അല്ലെ? നമുക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ലക്ഷ്യത്തോട് ചേർന്ന് നമുക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, കാർലോ അക്വിറ്റസ്, ഒരു ചെറിയൊരു പ്രായം, വളരെ നല്ല മുടുക്കനായിട്ടുള്ള ഒരു ചെറിയ പയ്യൻ. ആ പയ്യന് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ആരുടെയും സഹായം കൊണ്ടല്ല, ഈ മകന്റെ വിശുദ്ധിയുടെ ജീവിതം കണ്ടിട്ടാണ് അമ്മ പോലും മാനസാന്തരപ്പെട്ടത്. അക്വിറ്റസിന്റെ അമ്മ പോലും മാനസാന്തരപ്പെട്ടത്. അപ്പോ സ്വാതന്ത്ര്യമാണ് എല്ലാത്തിന്റെയും, അതായത് ദൈവിക സ്വാതന്ത്ര്യം. ഇവിടെ പരിശുദ്ധാമ്മയ്ക്ക് ഈ ദൈവിക സ്വാതന്ത്ര്യം ഈ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ കണ്ണില് വളരെ ഹൃദ്യമായ ഒരു ജീവിതമായിരുന്നു. ആരുടേത്? ആരുടേത്? മറിയത്തിന്റെ ജീവിതം, പരിശുദ്ധമ്മയുടെ ജീവിതം അത്ര ഹൃദ്യമായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ജീവിത അവസ്ഥയെ കണ്ടിട്ട് പ്രതിബന്ധങ്ങളും പ്രതീക്ഷകൾക്ക് വിപരീതമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും മറിയം ജീവിതം നയിച്ചു കൊണ്ടുപോയ ജീവിത ശൈലി വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഇതെല്ലാം കാണുന്ന ആ ദൈവത്തിന്റെ മുമ്പില് ദൈവം തന്നെ ഒരു പോസ്റ്റ് വഴി ദൂതനിൽ കൂടി അറിയിക്കുകയാണ്, മറിയമേ, നിന്റെ ജീവിതം ദൈവസന്നിധിയില് വലിയ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ പറയുമ്പോ ഇത് ആരുടെ ചിന്തയാണ് പറയുന്നത് വന്ന്? ദൈവത്തിന്റെ ചിന്ത. ദൈവത്തിന്റെ ചിന്തയാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ, ഇപ്പൊ നമ്മളോട് ഒരാൾ വന്ന് പറയാണ്, എന്താണ്, നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നേരിട്ട് കാണാതെ വേറൊരാൾ വഴി നമ്മളോട് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, അത് കൊള്ളാം, നല്ലതാണ് കേട്ടോ എന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പറയുമ്പോഴേക്കും നമ്മൾക്ക് ആ വ്യക്തിയെ നേരിട്ട് അറിയില്ല. ഇപ്പൊ മീഡിയ കൂടിയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ പ്രാർത്ഥനയെ കൂടിയാണെങ്കിലും, ആത്മീയ ജീവിതത്തിൽ കൂടിയാണെങ്കിലും, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, അപ്പോൾ നല്ലൊരു കാര്യമാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ട് അത് സ്വീകരിച്ചതിന്റെ ഒരു ഗുണം അവർക്ക് കിട്ടി. അപ്പൊ അവര് ചിലപ്പോ ഒരു പ്രെയർ ആയിരിക്കും, ഒരു കുഞ്ഞു പ്രെയർ ആയിരിക്കും, ഒരു വല്ല സുഹൃത്ത് ചിലപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഞാനത് അതൊരു വിശ്വാസത്തോടുകൂടി ഞാൻ ഏറ്റെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ചെയ്തപ്പോഴേക്കും, ആ പ്രാർത്ഥന ചെയ്തപ്പോഴേക്കും എനിക്കതിൽ നിന്നൊരു പ്രത്യേകമായ ഒരു ദൈവിക അനുഗ്രഹം, അല്ലെങ്കിൽ ജീവിതത്തിൽ തടസ്സങ്ങളുള്ള മേഖലകളിൽ ഈ പ്രാർത്ഥനയുടെ ഒരു ശക്തി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിത ശൈലി നിലനിർത്തിക്കൊണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ 3 ഭാഷകളില് ഒരു 75 വയസ്സുള്ളൊരു ചേച്ചി, അവര് പല ഭാഷകളില് സമ്പൂർണ്ണ ബൈബിളും പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു വലിയൊരു ഗ്ലാസ് ഇട്ട ഒരു ഷോക്കേസിലാക്കി വെച്ചേക്കാണ്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ബൈബിള് വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു രീതിയില്ല. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് എന്താണെന്ന് നോക്കും. പക്ഷെ ആ വീഡിയോ മുഴുവൻ കേട്ടപ്പോഴാണ് മനസ്സിലായത്, വളരെ പ്രായമുള്ള ഒരു ചേച്ചിയാണ്. പക്ഷെ അവര് 9 വർഷമായി ഇത്രയും ബൈബിൾ എഴുതാൻ വേണ്ടി എടുത്തത്. കുറെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, കുറെ ബൈബിള്, അത് മുഴുവൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ദൈവം ഒരു കൃപ കൊടുത്തതാണ്. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, എങ്കിലും നമ്മൾ ആഗ്രഹിക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിനോട് താല്പര്യപ്പെടാതെ, ഇതിപ്പോ മറിയം പറയണ എന്താണ്? എനിക്ക് വലിയ കാര്യങ്ങൾ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മറിയത്തിന്റെ ജീവിതം വ്യക്തമായി അറിഞ്ഞിട്ടും മറിയം തന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചില്ല. മറിയത്തിന് ഇപ്പൊ എനിക്ക് ദൈവകൃപയുണ്ട് എന്ന് വിചാരിച്ച് എനിക്ക് സ്വാതന്ത്ര്യം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ ഒരു പ്രത്യേക രീതിയാണ്, ഒരു പ്രത്യേകമായ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു തരത്തില് അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കണമെങ്കിൽ എന്തുണ്ടാവായിരിക്കും? ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ ചോദ്യങ്ങള് വിടും, റിക്വസ്റ്റ് ചെയ്യും, അല്ലെ? ഇപ്പൊ നമ്മളെ പ്രെയർ, നമ്മുടെ കൂട്ടായ്മയില് ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാല് അപ്പൊ തന്നെ ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയ ഞാൻ തീർച്ചയായിട്ടും അത് ക്വസ്റ്റ്യൻ ചെയ്യും. ആരോട് ചോദിച്ചിട്ടാ ഇട്ടത്, എന്തിനാണ് ഇട്ടത്, ഇതൊക്കെ ഇതിലിടാനുള്ളതാണോ എന്നൊക്കെ ചോദിക്കൂലേ?
ഏ ആ അപ്പോ അത് അനാവശ്യമാണെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് ചിലപ്പോൾ വിചാരിതമായി പെട്ടതായിരിക്കും. അപ്പൊ അവര് അങ്ങനെ റെസ്പോൺസ് ചെയ്യും. ഇതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മറിയം ഉപയോഗിച്ച ജീവിതശൈലി എന്ന് പറഞ്ഞാല് ദൈവം ഇനി തരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ധാരണയുണ്ട് മറിയത്തിന്. പക്ഷെ ഒന്നും റെസ്പോൺസ് ചെയ്യുന്നില്ല. അമ്മ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം മുഴുവനും വിട്ടുകൊടുത്തു. അതുവഴി അമ്മ മറിയം എന്തെല്ലാം സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു അത് മുഴുവനും നല്ല ബോധ്യത്തോടുകൂടെ ദൈവിക ജ്ഞാനത്തോടുകൂടെ സ്വീകരിച്ചതാണ് മറിയം. അതുകൊണ്ട് മറിയത്തിന് നല്ല അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും മോശമായത് കൊണ്ടുവരില്ലെന്ന് മറിയത്തിന് അറിയാവുന്ന പോലെ ഒരു വ്യക്തിക്കും ഇന്ന് വരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അത്രമാത്രം പെർഫെക്റ്റോടുകൂടെയാണ് മറിയം ദൈവത്തെ കണ്ടുകൊണ്ടിരുന്നത്, അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യം. പക്ഷെ മറിയത്തിന്റെ സൈഡിൽ നിന്ന് നമ്മളാണ് നോക്കുന്നതെങ്കിൽ പറയാൻ പറ്റും എത്രമാത്രം സഹിച്ചു. ദൈവം മുഴുവനായിട്ട് കൊടുത്തിട്ട് ഭൂമിയിൽ വെച്ച് സഹിക്കാനുള്ള ഒരു സഹനവും ഇനി ബാക്കിയില്ല. ഒരു സ്ത്രീയും സഹിക്കാൻ പറ്റാത്ത പലവിധ സങ്കടങ്ങളുടെ നടുവില് ഒറ്റയ്ക്ക് തന്നെയാണ് അമ്മ. ഒരാളുടെ സഹായം കൂടെ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് തന്നെയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഔസപിതാവ് മരണപ്പെട്ടു. പിന്നെ ഈശോ മരിച്ചു. ഈശോ കൊലപ്പെടുകയാണ് ചെയ്തത് അതിദാരുണമായി. പിന്നെ ഏകസ്ത ജീവിതമാണ് അല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് മുഴുവനും സ്വർഗത്തിന്റെ മുഴുവനും ശക്തിയും കൃപയും കൊടുത്ത വ്യക്തി ഭൂമിയിൽ ജീവിച്ച അതിഭീകരമായ സങ്കടങ്ങളുടെ നടുവില് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് അമ്മ മറിയം പറയണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തിരിച്ചറിവ്, അതായത് നമുക്ക് സങ്കടം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നമ്മളെ വിശ്വസിക്കുന്നതും പ്രത്യാശിക്കുന്നതുമായ ദൈവത്തിന്റെ ശക്തിയിലേക്ക് നമ്മുടെ കണ്ണ് ഉറച്ച നിലപാടോടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ഉത്തരം തരേണ്ട ആ ഒരു ദൈവിക സ്വാതന്ത്ര്യത്തില് അല്ലെങ്കിൽ ദൈവിക ഇടപെടലുകളിൽ നമ്മൾ കൈകാര്യം ചെയ്യാതെ ദൈവത്തിന് ആ സ്വാതന്ത്ര്യം പൂർണ്ണമായും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വലിയൊരു ദൈവിക മഹത്വം നമ്മുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്നവരുടെ കണ്ണുകളിൽ കാണുവാൻ സാധിക്കും. മറിയം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ശക്തി തന്നെയായി, ലോകത്തെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി. അല്ലെങ്കിൽ മറിയത്തിന് വേണ്ടി ദേവാലയങ്ങള് ഈ ലോകത്തുള്ള പോലെ വേറെ ഒരാൾക്കും ഇല്ല അല്ലേ. മറിയം അത്രമാത്രം ലോകം മുഴുവനും കീഴടക്കി കഴിഞ്ഞു. പക്ഷെ വിശ്വസിക്കാത്തവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്, ഭയഭക്തിയുള്ളവരുണ്ട്, ഭയഭക്തി ഇല്ലാത്തവരുണ്ട്. അല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം അനുസരിച്ചിട്ടാണ് അവരവരുടെ മരിയൻ ഭക്തിയും ദൈവഭക്തിയും ഒക്കെ സൂക്ഷിക്കുന്നത്. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തില് 13-ാമത്തെ തിരുവചനം, എന്നെ ശക്തനാക്കുന്ന, അതായത് എന്താ ഇപ്പൊ മറിയം പറഞ്ഞ പോലെ തന്നെ നമ്മെ ശക്തനാക്കുന്ന. നമ്മളെല്ലാവരും ഓരോ വചനം വായിക്കുമ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടിയ മറ്റുള്ളവരെ നല്ല ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ അത് എന്നോട് സംസാരിക്കുന്നതായിട്ടാണ് വചനം നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ, വ്യക്തിപരമായി സംസാരിക്കുന്നത്. അപ്പോ നോക്കുമ്പോ എന്താ, എന്നെ ശക്തനാക്കുന്ന ആരിൽ കൂടിയാണ്? യേശുക്രിസ്തുവിലൂടെ. അതായത് ഈ ലോകത്ത് നമുക്ക് യേശുക്രിസ്തു ദൈവപിതാവിന്റെ മഹത്വത്തിന്റെ ശക്തിയിലാണ്, പിതാവായ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഭൂമിയിൽ ചെയ്ത ഓരോ സെക്കൻഡും പിതാവായ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ചെയ്തത് അല്ലെ. അത് നമ്മൾ വിശ്വസിക്കണം. അതായത് പിതാവായ ദൈവത്തിന്റെ ആഗ്രഹപ്രകാരമാണ് ഭൂമിയിൽ ജനിക്കണത് എങ്ങനെയായിരുന്നു, ജീവിക്കണം എന്നുള്ളത് എങ്ങനെയായിരുന്നു, സഹിക്കണമെന്നത് എങ്ങനെയായിരുന്നു, മരിക്കണമെന്നത് എങ്ങനെയായിരുന്നു, അടക്കം ചെയ്യപ്പെടേണ്ടത് എങ്ങനെയായിരുന്നു, ഉയർത്തെഴുന്നേൽക്കേണ്ടത് എങ്ങനെയായിരുന്നു, പരിശുദ്ധാത്മാവിനെ കൊടുക്കേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് എല്ലാ കാര്യങ്ങളും അവിടുന്ന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് അത് മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം. അത് ഈശോ നമുക്ക്
തന്നിരിക്കുന്ന ഒരു വരം എന്ന് പറഞ്ഞാല് ഈ പിതാവായ ദൈവത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്വീകാര്യമാകുവാൻ, പുത്രനായ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനുള്ള ഒരു കൃപയാണ് ഈശോ ഭൂമിയിലേക്ക് വന്നപ്പോ ഈ പറയുന്ന ജീവിത യാത്രകളിലുടനീളം ജീവിച്ച് കാണിച്ച് സഞ്ചരിച്ച് കടന്നു പോയത്. അല്ലേ? ആണോ? ആ, അതിലൊരു മാറ്റമില്ല. അതായത് പിതാവായ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പുത്രനായ ദൈവം ഭൂമിയിൽ ജീവിച്ച് സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തപ്പോഴെല്ലാം ഇതിനെ ഫോക്കസ് ചെയ്തത് യേശുക്രിസ്തു ആരെയായിരുന്നു? പിതാവായ ദൈവത്തെയായിരുന്നു. അല്ലെ? അപ്പൊ പിതാവായ ദൈവം എന്താണ്? എല്ലാം യേശുക്രിസ്തുവിൽ കൊടുത്തിട്ടുണ്ട്, കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം ആണ് യേശുക്രിസ്തു നമ്മിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അല്ല, ഇപ്പൊ നമ്മളിപ്പോ എനിക്കൊരു കൃപ കിട്ടി. ഇപ്പൊ ഒരു സാധാരണ ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു കൃപ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എന്ത് ചെയ്യും? നോർമലായിട്ട് ഒരു പ്രാർത്ഥനയുടെ ഒരു വരം കിട്ടി, ആ വ്യക്തി എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കും. ആദ്യം ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. കാരണം ദൈവം അനുവദിക്കാതെ ഒരു കാര്യവും കൂട്ടായ്മയുടെ രൂപീകരണത്തിന് വേണ്ടി ഈശോ പറയുന്നുണ്ട്, എന്താണ്? ജെറുസലേം വിട്ട് നിങ്ങൾ പോകരുതെന്ന് പറയുന്നുണ്ട്. അല്ലേ? അപ്പൊ ഈ പോകരുതെന്ന് പറയണതിന്റെ ഒരു ടൈമിംഗ് ഉണ്ട്. ഈ ടൈമിങ് ഇപ്പോ എല്ലാവർക്കും, എനിക്കും ഉണ്ടായിരുന്നു ടൈമിങ്. ഞാനും കുറെ നാളിങ്ങനെ അലച്ചിലായിരുന്നു. എവിടേക്കോ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു അലച്ചില്. ഞാനൊരു ധ്യാനം കൂടാൻ വേണ്ടി തന്നെ 3 വർഷം ചോദിച്ചു മടുത്തു കഴിഞ്ഞ പിന്നെ അവസാനം ഞാൻ പല സ്ഥലങ്ങളിൽ പോകാൻ തയ്യാറാകും. പക്ഷെ ആ സമയങ്ങളൊന്നും പോകാൻ തടസ്സം കൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാകും. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് ഡാനിയൽ അച്ഛന്റെ പരിശുദ്ധാത്മാവ് അഭിഷേകം ഈ ദിവസങ്ങളിൽ ഒരു 10 ദിവസത്തെ ധ്യാനം ആദ്യമായിട്ടാണ് അച്ഛൻ അവിടെ പരിശുദ്ധാത്മാഭിഷേക ധ്യാനം വെച്ചത്. അങ്ങനെ അവിടെ പോയത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പും കൃത്യമായ രീതിയിൽ ദൈവം എന്നെ നയിച്ചത് കൊണ്ട്, കൃത്യതയോടുകൂടെ ദൈവം നയിച്ചിട്ടുണ്ട്. ഞാൻ ആ കൃത്യമായ വഴി കൂടി തന്നെയാണോ പോയെന്ന് എനിക്കറിയില്ല. കുറെ കുറവുകളൊക്കെ ഉണ്ട്, കുറേ അധികം കുറവുകൾ ഉണ്ടെങ്കിലും കുറവുകളോടുകൂടെ തന്നെയാണല്ലോ എന്നെ വിളിച്ചത്. അപ്പൊ കുറവുകളെല്ലാം കർത്താവ് കൃപയാക്കി മാറ്റി, അല്ലെങ്കിൽ കരുണയാക്കി മാറ്റി എന്നെ നിലനിർത്തിയിരിക്കുന്നോണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ കൂട്ടായ്മയിലാണെങ്കിൽ പോലും ദൈവം ഇത് അപ്ഡേറ്റ് ചെയ്ത് പോണത്. അല്ലാതെ നമ്മുടെ ആരുടെയും കഴിവല്ല, ഒരാളുടെയും കഴിവല്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു തീക്ഷ്ണതയും ആഗ്രഹവും എന്ത് ചെയ്യും? ദൈവിക ശക്തിയെ പുറപ്പെടുവിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കും. അല്ലേ? തീരുമാനിക്കോ? നമ്മളിപ്പോ നമ്മളുടെ കുടുംബത്തില് ഭയങ്കരമായ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോ ആ വീട്ടിലുള്ള ഏതെങ്കിലും അപ്പനോ അമ്മയോ അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലും ഒരാള് ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് അവസാന കൈയായിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവസന്നിധിയിൽ ഓടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ആത്മീയമായ ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ എന്താണ്? അവന്റെ ദുർബലതയാണ് ശക്തിയുടെ കാരണങ്ങളിലേക്ക് അടുക്കുന്നത്. അല്ലെ? ശക്തിക്ക് വേണ്ടിയാണല്ലോ ദൈവത്തിന്റെ കൈകളില് നമ്മളുടെ ജീവിതത്തെ കൊടുക്കണത്. നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനെ വിളിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുർബലരാകുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അല്ലേ? നമ്മൾ ദുർബലരാകുന്നത് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ദുർബലരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പിന്നെന്താണ്? ഇതിന്റെ പോംവഴി, അല്ലെങ്കിൽ ഇത് അതിജീവിക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? നമ്മള് ആവശ്യപ്പെടണം. അല്ലേ? അങ്ങനെ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പിന്നെ ദൈവം പണി തുടങ്ങും. എന്ത് ചെയ്യും? നമ്മളെ ഒരു കുഞ്ഞഴുക്കായിട്ട് വീട്ടിലോട്ട് ഓടിക്കേറിയ എന്ത് ചെയ്യും? നമ്മൾ അകത്തൊന്നും കയറ്റൂല, പുറത്തുകൂടി ചെന്നിട്ട് അത്രയും ചെളിയൊക്കെ ആണെങ്കിൽ അകത്തൊക്കെ അഴുക്കാക്കും എന്ന് പറഞ്ഞിട്ട് പുറത്തുകൂടി തന്നെ ചിലപ്പോ ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ
പട്ടി അഴിഞ്ഞു പോയി. ഇതാക്കി അഴിഞ്ഞു പോയിട്ട് അവൻ ചെള്ളയിൽ കുളിച്ചാ വന്നത്. അപ്പോൾ നല്ല അടിയൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞ പിന്നെയാണ് ഭക്ഷണമൊക്കെ കൊടുത്തത്. ഇപ്പൊ നമ്മള് ആദ്യം ചെയ്യുന്ന എന്താണ്? ഭക്ഷണം ആദ്യം കൊടുക്കോ? ഇല്ല. കൊടുക്കൂല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നല്ല അടി വെച്ച് കൊടുക്കും. എന്റെ സ്വഭാവത്തിന് ഞാൻ നല്ല അടി വെച്ച് കൊടുത്തു. എന്നിട്ട് കുറെ വഴക്ക് പറഞ്ഞു. അപ്പൊ ആള് ഇങ്ങനെ തലയും കുമ്പിട്ടിരിക്കണേണ്, വഴക്ക് കേട്ട് ഇങ്ങനെ ഇരിക്കണേണ്. അങ്ങനെ എന്നിട്ട് വഴക്ക് പറഞ്ഞു, അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ കുളിപ്പിച്ചു. കുളിപ്പിച്ചതിന് ശേഷം ആണ് ഭക്ഷണം കൊടുത്തത്. അപ്പോ ഇത് തന്നെയാണ് ദൈവം ചെയ്യണത്, അല്ലേ? അതെ. ദൈവം ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണത്. ഇത് നമുക്ക് മനസ്സിലാണില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റെപ്പിൽ കൂടി, ഈ ഒരു പ്രോസസ്സിങ്ങിൽ കൂടി അല്ലാതെ ആരും ദൈവകൃപ സ്വീകരിക്കില്ല. ആ ദൈവകൃപ സ്വീകരിച്ച അത് ദൈവത്തിന്റെ കൃപയ്ക്ക് അപമാനം ഉണ്ടാവും, മോശം ഉണ്ടാവും, എന്താണ്, നിന്ദനം ഏൽക്കേണ്ടി വരും. ആദ്യം തന്നെ വന്നപ്പോ തന്നെ ചോദിച്ച് ഒന്ന് കഴിച്ചു, എന്തായാലും നീ വന്നതല്ലേ, എന്തായാലും നീ ആദ്യം ഭക്ഷണം കഴിക്ക് എന്ന് പറഞ്ഞ് തീറ്റിക്കുന്ന മക്കളൊന്നും രക്ഷപ്പെടൂല. ചില മക്കൾ അങ്ങനെ വളർത്തുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? അവര് രക്ഷപ്പെടില്ല. രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ബോധം ഇല്ലാതെ മക്കളെ വളർത്തിയാൽ അല്ലെങ്കിൽ ജീവിതങ്ങളെ കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് അനുദപിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോവാണ്, അല്ലേ? നമ്മൾ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാകാതെ നമ്മൾ വീണ്ടും വീണ്ടും പാപം, അതായത് ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്തു. ഇപ്പൊ ഒരു കഥ, റിയൽ ആയിട്ടുണ്ടായ ഒരു സംഭവമാണ്, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഒരു പയ്യൻ അവന്റെ ചെറുപ്പത്തില് ചെറിയൊരു വസ്തു കട്ടെടുത്ത് എങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു. അപ്പൊ അമ്മ അത് ചോദിച്ചു, പക്ഷെ അമ്മ അത് വലിയ കാര്യമൊന്നും ആക്കിയില്ല. അങ്ങനെ അപ്പൊ അവന് മനസ്സിലായി ഇതൊന്നും വലിയ തെറ്റായ കാര്യമല്ല. അവൻ അങ്ങനെ കള്ളനായി, നല്ല ഒന്നാന്തരം കള്ളനായി. അവസാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അറിയപ്പെടുന്ന ഒരു കള്ളനായി. അങ്ങനെ ഇവനധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മിടുക്കൻ കള്ളനായി. അവൻ കള്ളനായി, പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചപ്പോഴേക്കും ഇവനെ തൂക്കിലേറ്റാൻ പോവാണ്. അത്രയും വലിയ കള്ളത്തരം കാണിച്ചു. അങ്ങനെ ഇവനെ തൂക്കിലേറ്റാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ പറയാനുണ്ടോ എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയും. അപ്പൊ അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ അമ്മയെ വിളിക്കുന്നു. അപ്പൊ അമ്മയുടെ അടുത്തേക്ക്, അധികം ഇങ്ങനെ അടുത്തല്ല എങ്കിലും തൊട്ട് നിൽക്കാം, പക്ഷെ അഴിയുടെ ഉള്ളിലായതുകൊണ്ട് അതനുസരിച്ച് നിർത്തുള്ളൂ. പക്ഷെ അമ്മയുടെ മൂക്ക് കടിച്ചെടുക്കുന്നു എന്ന് പറയണത്. അപ്പോൾ അതായത് ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ജീവിതം ഈ അമ്മയാണ് കാരണം. തെറ്റ് തിരുത്തപ്പെടാനായിട്ട് അമ്മയ്ക്ക് അവസരങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ അതെല്ലാം ലാഭമാക്കി കരുതി. അമ്മ എല്ലാം അത് ലാഭമായി കരുതി ആ മകന്റെ ജീവിതം നശിപ്പിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞ അമ്മയാണോ നരകത്തിൽ പോണത്, മോനാണോ നരകത്തിൽ പോണത്? അമ്മ ആദ്യം പോകും, അല്ലെ? മകൻ പിന്നെ ദൈവം കരുണ കാണിച്ച അവൻ രക്ഷപ്പെടും. കാരണം അവനെ അനുദപിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഒരു തെറ്റ് ചെയ്തു, നമുക്ക് തെറ്റുകൾ പറ്റാം, മനുഷ്യനെല്ലാവർക്കും തെറ്റുകൾ പറ്റാം. പക്ഷെ തെറ്റുകൾ പറ്റുന്നതിനേക്കാൾ അപകടം എന്താന്ന് വെച്ചാല് ഈ തെറ്റുകൾ വരാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് അനുദപിക്കാതെ പോകുന്നതാണ് അതിനേക്കാൾ വലിയ അപകടം. അപ്പോഴാണ് നമുക്ക് അപകടത്തിന്റെ, അതായത് ആ തെറ്റുകളുടെ ഭീകരത ശരിക്കും അത് തെറ്റുകൾ തിരുത്തപ്പെടാതെ ഇരിക്കുന്നത് കൊണ്ടാണ്. നമ്മളിപ്പോ ഒരു വ്യക്തിയോട് മോശമായി സംസാരിച്ചു അല്ലെങ്കിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്തു. ഞാൻ ജീവിച്ച് ഒരു 90 വയസ്സ് വരെ, 92 വയസ്സ് വരെയൊക്കെ കിടപ്പ് രോഗിയായി. അവസാനം ഞാൻ ചെയ്ത ഈ പാപം ഞാൻ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഈ പാപം നമ്മളെ മറക്കൂല. പാപം നമ്മളെ മറക്കുമോ? പാപം നമ്മളെ മറക്കൂല. നമ്മള് പാപത്തെ മറന്നിട്ടുണ്ടാവും, പക്ഷെ ഈ പാപാവസ്ഥ നമ്മളെ മറക്കൂല. കാരണം അത് ഓർമ്മിപ്പിക്കുന്നത് ആരാണ്? പിശാചാണ്. പിശാചിന്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ നിൽക്കും. അപ്പൊ നമ്മൾ കിടപ്പ് രോഗിയായിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കും? നമ്മൾ ഈ പാപത്തെ കുറിച്ച് ഓർക്കാത്തത് കൊണ്ട് ഈ അധികാരം
ഇനിയിപ്പോ ഈ 92 വയസ്സായ ആളുടെ ആത്മാവ് മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ. പക്ഷെ ജീവിച്ചിരിക്കുന്ന നല്ല സുന്ദരന്മാരും സുന്ദരികളുമായ കുടുംബജീവിതത്തിലുള്ള മറ്റാളുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ചോരയും നീരുള്ള ആൾക്കാര്, അവരെ കയറി അങ്ങോട്ട് പിടിക്കും. അപ്പൊ എന്ത് പറ്റും? അപ്പോ ഈ ജീവിതത്തില് വരാനിരിക്കുന്ന അടുത്ത ജനറേഷനിൽ ഉള്ള അനുഗ്രഹങ്ങൾ അവിടെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. ഈ ശക്തി ഇവരിൽ പ്രവർത്തിക്കും. അപ്പൊ ഇതൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത് വെച്ചാല്, നമ്മൾ പാപം ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്താല് അനുതപിക്കാതെ പോകുന്നതാണ് ഈശോയുടെ വലിയ ഒരു വേദന. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശക്തനാക്കുന്നവനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറയണത്, നമുക്ക് ഈ ലോകത്ത് എല്ലാം നേടാൻ പറ്റും. ലോകത്തിലെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് നേടാൻ പറ്റാതെ ഒന്നുമില്ല. ബാബേൽ ഗോപുരം നിർമ്മിച്ചപ്പോൾ കർത്താവ് പറയണ എന്താണ്? ഇവരെ ഇനി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാല് എന്ത് ചെയ്യും? ഇവര് നശിപ്പിച്ചു കളയുമെല്ലാം, അല്ലെ? കാരണം അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് വചനം പറയണത്, അല്ലെ? ഇവർക്ക് അതിനുള്ള കഴിവുണ്ടെന്നാണ് വചനം പറയണത്. അപ്പോ ആ വചനഭാവം കൃത്യമായിട്ട് അതെവിടെയാന്ന് എനിക്ക് ഓർമ്മയില്ലെങ്കിലും പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തില്, അല്ലെ, അവിടെയാണ്. അപ്പൊ അത് ബാബേൽ ഗോപുരം നിർമ്മിക്കുമ്പോ ഇവരെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാല് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഭാഷകൾ അങ്ങോട്ട് ഭിന്നിപ്പിച്ചേക്കാന്ന് പറയുന്നുണ്ട്. കാരണം ഇനി ഇവര് മുമ്പോട്ട് പോയാല് പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ഭാഷകളെ ഭിന്നിപ്പിച്ചേക്കാം. അങ്ങനെ തന്നെ അങ്ങോട്ട് നശിഞ്ഞു പോവാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ വളരാനായിട്ടുള്ള ഒരുപാട് വഴികളൊക്കെ കർത്താവ് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷെ ഈ ചിന്തകൾ മാറുമ്പോഴാണ് അഹങ്കാരം കയറി വരുന്നത്. ചിന്തകൾ മാറി വരുമ്പോഴേക്കും പ്രവൃത്തികൾക്ക് സ്വാതന്ത്ര്യം കൂടും, അല്ലെങ്കിൽ സംസാരത്തിന് സ്വാതന്ത്ര്യം കൂടും, ആഗ്രഹങ്ങൾക്ക് സ്വാതന്ത്ര്യം കൂടി. ഇങ്ങനെ സ്വാതന്ത്ര്യം ദൈവിക സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നതിലേക്ക് വഴിതെറ്റിക്കാൻ പിശാചിന് എളുപ്പമാണ്. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടാകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കരുണയിൽ കൂടിയാണ് എനിക്ക് സാധിച്ചു തരുന്നതെന്നുള്ളൊരു ചിന്ത മനുഷ്യ ഹൃദയത്തിൽ നിന്നും പിശാച് പറിച്ച് വേരോടെ എടുത്ത് മാറ്റും. ഇങ്ങനെ വേരോടെ മാറ്റുമ്പോഴേക്കും നമ്മളിലുള്ള ദൈവിക നന്മ, കൃപ, അഭിഷേകം അതും കൂടി എടുത്ത് അങ്ങോട്ട് മാറ്റും. പിന്നെന്താണ്? പിശാചിന്റെ കുറെ സമ്പത്തുകള്, അഹങ്കാരം, വെറുപ്പ്, അസൂയ, അങ്ങനെ ജഡികമായ പല താല്പര്യങ്ങളും അവൻ കുത്തി നിറക്കും. അങ്ങനെയാണ് പല കുടുംബങ്ങളിൽ നിന്ന് നശിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് സമ്പത്ത് കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് സൗന്ദര്യം കൊടുക്കും, അല്ലെങ്കിൽ കുറച്ച് അറിവ് കൊടുക്കും. ഈ കുറച്ച് കൊടുക്കുന്നത് കർത്താവ് അതിനെ പരിപോഷിപ്പിക്കാനുള്ള കഴിവും കൊടുക്കും. പക്ഷെ ഈ എല്ലാം കൊടുത്തതിന് ശേഷം അവസാനം കൊടുത്തവനെ തള്ളിപ്പറയാനും കൊടുത്തവനെ നിന്ദിക്കുവാനും ഉപയോഗിക്കുന്ന ആ കാലം ഉണ്ടല്ലോ, പിശാച് നന്നായിട്ട് പരമാവധി മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മാവ്. അതുകൊണ്ട് ഈശോ പറയുന്നത്, സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ലോകത്തിലെല്ലാം നേടിയിട്ട് എന്താ കാര്യം? സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവൻ നേടിയാല് ഒന്നുമില്ല, ഒന്നും നേടിയിട്ടില്ല. അവൻ ഉള്ളതുകൂടി നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പറയാം. അതുകൊണ്ട് നമുക്ക് ഈ ശക്തനായവൻ, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് വചനം പറയുമ്പോ പൗലോസ്ലീഹ അത്രമാത്രം ദുരിതപ്പെട്ട ജീവിതത്തിലാണ് ജീവിക്കുന്നത്. പൗലോസ്ലീഹ ആരാന്നറിയാം? എല്ലാം ഉണ്ടായിരുന്നിട്ട് ദൈവത്തിന്റെ നാമത്തെ പ്രതി മുഴുവനും നശിപ്പിച്ചല്ല, നഷ്ടപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുവാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു. ക്രിസ്തുവിന്റെ നാമത്തെ പൂർണ്ണമായി തുടച്ചു മാറ്റുവാനായിട്ട് അധ്വാനിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിൽ ക്രിസ്തുവിലേക്ക്, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നപ്പോ പിന്നെ ദാരിദ്ര്യവും ദുരിതവും മരണഭീതിയും എല്ലാ പ്രതിസന്ധികളും ഒരുമിച്ച് അനുഭവിച്ചൊരു വ്യക്തി. എന്നിട്ടും ആ വ്യക്തി വിശ്വാസ തലത്തിൽ വിശുദ്ധിയും ദൈവിക ചിന്തയിലും ഉറച്ചു നിന്നത് കൊണ്ട് അവസാനം 3-ാം സ്വർഗം വരെ ഉയർത്തി. പക്ഷെ അവിടെയും പൗലോസ്ലീഹയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നു? വേദനയായിരുന്നു. ഒരു മുള്ള് അവിടെയും ഉണ്ടായിരുന്നു. മുള്ളോടുകൂടെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. മുള്ള് ഈ വേദനിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഇപ്പൊ നമുക്കൊരു
കൃപ തന്നു, അല്ലെ കഴിവ് തന്നു, നമുക്ക് നന്നായിട്ട് പാടാനുള്ള കഴിവ് തന്നു, നമുക്ക് നല്ല ജോലിയുണ്ട്, അറിവുകളുണ്ട്, സമ്പത്തുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു മുള്ളാണ് അല്ലേ? ശരിക്കും ആലോചിച്ചാൽ മതി, ഇതെല്ലാം നമുക്കൊരു മുള്ളാണ്. ഈ മുള്ളിങ്ങനെ കുത്തി നോവിക്കും. കുത്തി നോവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൈവിക നന്മയെയാണ് കുത്തി നോവിക്കണത്. അപ്പൊ ദൈവത്തിന് വേദനിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണത് എങ്ങനെയാണ്? നമ്മൾ പാപത്തിലായിരിക്കുമ്പോഴാണ് ദൈവത്തിന് വേദനിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയണത്. അത് നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അനുതപിക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് അനുതപിക്കാൻ പറ്റില്ല, സമയം ഉണ്ടാവില്ല, തിരക്കായിരിക്കും. അവസാനം ഈ തിരക്ക് വർദ്ധിച്ച് നമ്മുടെ നിലനിൽപ്പ്, അതായത് നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് പോലും ഒലിച്ചുപോയി നമ്മൾ തകിടം മറിഞ്ഞ് വീഴുന്നത് പോലും അറിയില്ല. അപ്പം പൗലോസ്ലീഹയ്ക്ക് എല്ലാം കൊടുത്തിട്ടും ജീവിതത്തില് എല്ലാ സമ്പത്തും കൊടുത്തിട്ടും പൗലോസ്ലീഹ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പരിപോഷിപ്പിച്ച് നിർത്തുവാൻ ദാരിദ്ര്യത്തിലും ദുരിതങ്ങളിലും കഷ്ടതകളിലും ഒക്കെ ഉറച്ച വിശ്വാസത്തോടുകൂടെ നിന്നതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ജീവിതം ദൈവകൃപയാൽ അന്വർത്ഥമായത്. അപ്പോഴാണ് പറയണത്, എല്ലാ ദുരിതത്തിന്റെ മുമ്പിലും എന്താണ്, എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്ത് നേടിയെടുക്കുവാൻ സാധിക്കും. നേട്ടം എന്ന് പറയുന്നത് ഭൗതിക നേട്ടമല്ല, എന്താണ്, ആത്മാക്കളെ കൊയ്യാനുള്ള നേട്ടം അല്ലെ? നമ്മളിപ്പോ ഒരു ആത്മാവിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ, ജീവിത സമ്പത്തുകളെ, അല്ലെ, പിന്നെന്താണ്, നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാ വ്യക്തതയോടുകൂടെ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഈ പ്രയാണം, പല പല ഉത്കണ്ഠകളുടെ പ്രയാണം, പിന്നെ വേദനകളുടെ, രോഗാവസ്ഥകളുടെ പ്രയാണം. ഞാനൊക്കെ കുറച്ചു നാളുടെ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സന്തോഷിക്കാനും നമുക്ക് ആഹ്ലാദിക്കാനും കിട്ടുന്ന അവസരങ്ങളെല്ലാം ഈശോ ഒരു ഞെരുക്കത്തിന്റെ മുള്ളു കൊണ്ടുവന്ന് വെച്ച് തരും. അപ്പൊ നമ്മൾ മതിമറന്ന് ആഘോഷിക്കാതിരിക്കാൻ, അല്ലെ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാൻ, മതിമറന്ന് ദൈവകൃപയെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സമയങ്ങളെ അത് അതായത് ദൈവകൃപ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിയുവാൻ ചില മുള്ളുകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, ചിലപ്പോൾ കുടുംബങ്ങളിലായിരിക്കാം, ചിലപ്പോൾ സമൂഹത്തായിരിക്കാം, ചിലപ്പോ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയും ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നയിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ആ വ്യക്തി പോകുമ്പോഴാണ് നമുക്ക് എന്ത് നഷ്ടം വന്നാലും അതൊക്കെ കർത്താവ് ക്ലിയർ ചെയ്തോളും, കർത്താവ് അത് നടത്തിക്കോളൂ, കർത്താവ് കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പോകും. എന്ത് പ്രതിസന്ധി, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ജീവിത പ്രതിസന്ധിയാണ്. പക്ഷെ അവന്റെ വിശ്വാസം എന്നാ, ദൈവം എല്ലാം ശരിയാക്കി തരും, എല്ലാം നടത്തി തരേണ്ട ഉത്തരവാദിത്വം ദൈവത്തിന്. കാരണം ഞാൻ അത്രമാത്രം ദൈവത്തിന്റെ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ആ ദൈവ കാര്യങ്ങളിലേക്ക് എന്റെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇഷ്ടംമാരെ നഷ്ടങ്ങൾ ഉണ്ടാവാം, പക്ഷെ പ്രതിബന്ധങ്ങൾ ഉണ്ടാവാം. മറിയത്തിനുണ്ടായിരുന്നില്ലേ? പിതാവിനുണ്ടായില്ലേ? വിശുദ്ധർക്കുണ്ടായില്ലേ? എല്ലാവർക്കും ഉണ്ടായി പ്രതിബന്ധങ്ങൾ. പക്ഷെ അവരെല്ലാം തരണം ചെയ്ത് അവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ലക്ഷ്യബോധ്യത്തിലേക്ക് അവരുടെ ജീവിതം അന്വർത്ഥമായി. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ്, വേറെ ഒരു വഴിയില്ല. യേശുക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. യേശുക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാ സഹനങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ അപമാനങ്ങളും, എല്ലാ മുറിവുകളും, എല്ലാ പ്രാർത്ഥനയും, എല്ലാ പ്രവൃത്തിയും എനിക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ സാധിക്കും. ഇതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഇതുവഴിയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. ആ ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ